എല്ലാ കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ മീഡിയയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ അടിയന്തര പ്രശ്നം ഇപ്പോൾ എന്താണ്? നമ്മളെന്താണ് ചിന്തിക്കുന്നത്? റേഷൻ കിട്ടാത്തതാണോ? മറ്റേ സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ലാത്തതാണോ? അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണോ നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ നീറുന്ന പ്രശ്നം? എന്നാൽ അതൊന്നുമല്ല. നമ്മുടെ സാധാരണക്കാരുടെ മനസ്സിലും ബുദ്ധിയിലും ഓർക്കാത്ത ഒരു കാര്യമാണ് കേരളത്തിലെ ജനങ്ങളെ ഇപ്പം മതിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ഒരു നീറുന്ന പ്രശ്നമെന്ന് പറയുന്നത് മദ്യം കിട്ടാത്തതാണ്. അത് നമ്മുടെ ജനക്ഷേമ സർക്കാർ അതിന് ഒരു പരിഹാരം തേടിക്കൊണ്ട് വിപ്ലവകരമായ ഒരു ചുവടുവയ്പ്പ് നടത്തുകയാണിപ്പോൾ. നമ്മുടെ കേരളത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട എന്താണെന്ന് നമ്മുടെ ഈ പാവപ്പെട്ടവരുടെ സർക്കാരിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവർ പാലക്കാട് എലപ്പുള്ളി എന്ന് പറഞ്ഞ് വെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്ത് ഡൽഹി ബേസ്ഡായ ഒരു കമ്പനിയെ കൊണ്ടുവന്ന് മദ്യം ഉണ്ടാക്കാനായിട്ടുള്ളൊരു കമ്പനി തുടങ്ങാൻ പോവാണ്. ഈ സർക്കാരിൻ്റെ രണ്ടാമത്തെ ടേം കഴിയാനായിട്ട് ഏതാണ്ട് കുറച്ച് നാളുകളോടെ ഉള്ളൂ. ഈ അവസാന കാലഘട്ടം ഇത്രയും നാൾ ഈ 6-7 വർഷം ഭരിച്ചിട്ട് സർക്കാർ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതിരുന്ന സർക്കാർ അവസാനം ആയപ്പോഴത്തേക്കും ഇനി എന്തെങ്കിലും ഞങ്ങളൊരു കമ്പനി കൊണ്ടുവന്നില്ല എന്ന് വേണ്ട എന്നും പറഞ്ഞ് അവർ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ എലപ്പുള്ളിയിലെ മദ്യ കമ്പനി. നമ്മുടെ ഇവിടെ വിഴിഞ്ഞം പദ്ധതിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വിഴിഞ്ഞം പദ്ധതിക്ക് തറക്കല്ലിട്ടപ്പോൾ പോലും സഹകരിക്കാത്തവരാണ്. അന്ന് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ച് കേരളത്തിനെ തീരെഴുതുക, മുച്ചോട് മുടിപ്പിക്കുകയാണ്, ആനയാണ് ചേനയാണെന്നും പറഞ്ഞ് സമരം നടത്തിയിട്ട് ഇപ്പോൾ അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്നിട്ട് ഇപ്പോൾ ഈ ഒരു തുറമുഖം ഇത്രയും ബാലാരിഷ്ടത പിന്നിടാത്ത ഒരു തുറമുഖം ഭയങ്കര ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. നല്ല ലാഭം ഇപ്പോൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ മറ്റ് ഭരണാധികാരിമാർ നിർമ്മിക്കുമ്പോൾ ഇവരിപ്പം ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവരും തേങ്ങ ഉടയ്ക്കുന്നു, എന്നാൽ ഞങ്ങൾ ചിരട്ടെങ്കിലും ഉടയ്ക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഇപ്പം പാലക്കാട്ട് വെള്ളം കിട്ടാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് മദ്യ കമ്പനി തുടങ്ങാൻ പോവുകയാണ്. അത് ഡൽഹി മദ്യ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു കമ്പനിയാണ് ഈ ഒയാസിസ് എന്ന് പറഞ്ഞ കമ്പനി. അവരെയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത്. ഇത് ബംഗാളിലെ സിംഗൂർ നന്ദഗ്രാം എന്ന ഗ്രാമത്തിൽ LDF CPM ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർഷകരെ കുടിയൊഴിപ്പിച്ച് ടാറ്റയ്ക്കും പിന്നെ സ്പെഷ്യൽ എക്കണോമിക് സോൺ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കൃഷി സ്ഥലം അക്വയർ ചെയ്ത് ഈ കമ്പനികളെ കൊണ്ടുവന്നതിൻ്റെ ഒരു അവസ്ഥയിലൊക്കെ ആ രീതിയിലാണ് ഇപ്പോൾ ഈ കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. സ്വതവേ വെള്ളത്തിന് ദൗർലഭ്യമുള്ള ഒരു പാലക്കാട് കണക്കുള്ള സ്ഥലത്ത് അവിടെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി സ്ഥലമുള്ള സ്ഥലമാണ് പാലക്കാട്. അവിടെ തന്നെ കൃഷിയിൽ കൂടുതലുള്ള സ്ഥലമാണ് ഈ ഇലപ്പുള്ളി എന്ന് പറഞ്ഞ സ്ഥലം. അവിടുത്തെ പഞ്ചായത്ത് പോലും അറിയാതെ അവിടുത്തെ സ്ഥലം ഈ മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ട് തീരെഴുതാൻ പോവുകയാണ് സർക്കാർ. അതായത് എത്രയോ ഭൂഗർഭജലം ഊറ്റിയാലേ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഉള്ള ഒരു കമ്പനിയാണ് ഈ സർക്കാർ ഇവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അത് അവിടുത്തെ തന്നെ ഒരു മന്ത്രി രാജേഷാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. അപ്പോൾ പാലക്കാട്ടെ ഈ ബ്രൂവറി കമ്പനിയെയും ബംഗാളിലെ ഈ നന്ദിഗ്രാം സിംഗൂർ സംഭവത്തിനെയും കൂടെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാർട്ടൂണാണ് ഇത്. അതായത് അവസാന കാലത്ത് ബംഗാളിൽ ഇങ്ങനെയാണ് CPM അവസാനിച്ചത്. അപ്പോൾ അവസാന കാലത്ത് ബംഗാളിനെ അനുകരിച്ച് CPM മുന്നോട്ട് വരുന്ന ഈ ഒരു തുഗ്ലക്ക് പരിഷ്കാരം, അതായത് മണ്ടത്തരമായ ഒരു പരിഷ്കാരം മുൻനിർത്തിയാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂൺ വരയ്ക്കുന്നത്. അതായത് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു സംഭവം, ആ സംഭവം പാവപ്പെട്ട ജനങ്ങളുടെ രക്ഷയ്ക്കാണോ അതോ അവരെ ദ്രോഹിക്കാനാണോ?
ദ്രോഹിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ നമ്മുടെ പാവപ്പെട്ട ഈ പാലക്കാട്ടെ കർഷകർ ആലോചിക്കുവാണ്, ഇവരുടെ ഈ നീക്കം സിംഗൂരും നന്ദിഗ്രാമവുമായിട്ട് മാറുമോ എന്നവർ പാവപ്പെട്ട കർഷകൻ ആലോചിക്കുകയാണ്. ഈ ആ തീമാണ് ഈ കാർട്ടൂണിലേക്ക് വരുന്നത്. അപ്പം എല്ലാവരും ഈ പൊളിറ്റിക്കൽ കാർട്ടൂൺ ഈ ലൈവായിട്ട് കറണ്ട് പൊളിറ്റിക്സ് ഇത്രയും ഒരു കാർട്ടൂണായിട്ട് അവതരിപ്പിക്കുന്ന ഏതൊക്കെ ചാനൽ ഇതേ ഉള്ളൂ. അപ്പോൾ ഇതിന് മാക്സിമം സപ്പോർട്ട് തന്ന് എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട്, എല്ലാവരുടെയും ലൈക്കും ഷെയറും സബ്സ്ക്രിപ്ഷനും ഒക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കിതിൻ്റെ വരയിലോട്ട് കിടക്കാം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. അപ്പം അരിവാൾ ചുറ്റിക നക്ഷത്ര അരിവാളിൻ്റെ ഇരുന്നുകൊണ്ട് നമ്മുടെ പിണറായി പറയുന്നത് മാറ്റുവൻ ചട്ടങ്ങളെന്നാണ്. എല്ലാ ചട്ടങ്ങളും അതിജീവിച്ചാണ് ഇവർക്ക് ഇതിന് മദ്യക്കമ്പനിക്ക് അനുമതി കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഓർക്കുകയാണ്, കർഷകൻ ഓർക്കുകയാണ് സിംഗൂറും. അപ്പം നമുക്ക് നേരെ വരയിലോട്ട് കിടക്കാം.